ഷായിച്ചേട്ടൻ്റെ വീട്ടിലെ മുളകാണ്. ഒരുപാട് വെറൈറ്റി ഉണ്ട്, ഞാൻ എല്ലാം കാണിച്ചു തരാം. ഇത് വേറെ ഒരെണ്ണം ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. സാധാരണ അല്ലേ ഇത്? ഇല്ല, കടയിൽ നിന്ന് കിട്ടുന്ന പച്ചമുളകല്ല ഇത്. കടയിൽ നിന്ന് കിട്ടുന്ന മുളക് അപ്പുറത്തുണ്ട്. ഇത് വേറൊരു വെറൈറ്റിയാണ്. മുളക് നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കൂലേ, അത് ഏകദേശം ഇതേപോലെ തന്നെയാണ്. വെറൈറ്റി നീളം കൂടുതലുള്ള കണ്ടില്ലേ. എരിവ് അത്യാവശ്യം നല്ലപോലെ ഉണ്ടാവുന്നു. അപ്പം ഇത് വേറൊരു ടൈപ്പ് മുളക്. ഇത് വേറൊരു ടൈപ്പ് മുളക്. ഉണ്ടല്ല ഇത്. ഇതേ ചുവപ്പ് കണ്ടില്ലേ? അല്ല, ഉണ്ടല്ല അത്. ഉണ്ടല്ല, നമ്മൾ മിറാക്കിൾ ഫ്രൂട്ടാണെന്നൊക്കെ തോന്നും. ഇത് വേറൊരു ടൈപ്പ്. എന്താ മുളക് ഷായിച്ചേട്ടാ? ഇതൊക്കെ കാന്താരി മുളക് പോലെ തന്നെ ഇരിപ്പുണ്ടല്ലോ. ഗുണ്ടുമുളക്. ആ ഗുണ്ട പോലെ തന്നെയുണ്ട്. ഗുണ്ടകളാണല്ലോ ഇതൊക്കെ. നല്ലൊരു വളല്ലേ? മറ്റേ കൈ തൊട്ടാ കയ്യിലെരിയണ മുളക് ഏതാണ്? ഇത് സിറയാണോ? ഇത് ക്യാപ്സിക്കം. ക്യാപ്സിക്കം ഒരു വെറൈറ്റി ആണ് കേട്ടോ. ഇത് സാധാരണ ക്യാപ്സിക്കം താഴത്തേക്കല്ലേ ഉണ്ടാവണം, ഇത് മുകളിലേക്കാണ് ഉണ്ടായി വന്നെ. അങ്ങനത്തെ ഒരു വെറൈറ്റി ക്യാപ്സിക്കം. അങ്ങനെ ഒരുപാട് വെറൈറ്റി ഇവിടെ മുളകുകളുണ്ട്. മുളക് നട്ട് വളർത്തി പരിപാലിക്കുന്ന ആളാണ് ഈ നിൽക്കണ ഷായിച്ചേട്ടൻ. ഷായിച്ചേട്ടനാണ് മുളക് മാസ്റ്റർ. ഇതാണ് ഷാജിച്ചേട്ടൻ. ചളിക്കവട്ടത്താണ് ഷായിച്ചേട്ടൻ്റെ വീട്. ഇതാണ് നീളം കൂടിയ ഫീറ്റ് മുളക്. ഇത് പഴുത്ത്. നേരത്തെ നമ്മൾ ഈ മുളകിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇത് സിറയുടെ വേറൊരു ടൈപ്പ് മുളകാണ്. ഇത് കുഞ്ഞുണ്ട മുളക്. ഇനി ഇത് സിറയുടെ മുളകാണ് കേട്ടോ. ഇതും സിറയുടെ വേറൊരു വെറൈറ്റിയാണ്. കൊല കുത്തി ഉണ്ടാകണ കണ്ടില്ലേ? ഇതൊക്കെ വീട്ടുകാരെടുക്കാറില്ല. എനിക്ക് തോന്നുന്നത് ഇത് അലങ്കാരത്തിനായിട്ട് വെച്ചിട്ടുള്ളതാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ നന്നായിട്ട് ഉണങ്ങി കഴിഞ്ഞാൽ, പഴുത്ത് കഴിഞ്ഞാൽ ഉണക്കി പൊടിച്ചെടുക്കാൻ പറ്റുമായിരിക്കും. അങ്ങനെ ആയിരിക്കണം. ഇനി താഴെ നിൽക്കുന്ന കുറേ ഓർണമെൻ്റൽ എന്ന് പറഞ്ഞാൽ മുന്തിരിമുളക്, അത് നമുക്കൊന്ന് നോക്കാം കേട്ടോ. ഇഷ്ടംപോലെ മുന്തിരിമുളക് താഴത്ത് നിൽപ്പുണ്ട്. ഇതാണ് മുന്തിരിമുളക്. കറുത്ത മുന്തിരി പോലെ ഇരിക്കണ മുളക്. ഇത് ഷായിച്ചേട്ടന് ഇത് ഉപയോഗിച്ച് നോക്കിയിട്ടില്ല. ഇത് ഓർണമെൻ്റൽ മുളകാണ്, അതല്ലെങ്കിൽ ഉപയോഗിക്കാമോ എന്ന് പോലും ഷായിച്ചേട്ടൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല. കാരണം അത്രയധികം വെറൈറ്റി മുളക് ഇവിടെ ഉണ്ട്. അപ്പോൾ മുളക് വെറൈറ്റികൾ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ ചാനലൊന്ന് നിങ്ങൾ ഫോളോ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനി വേറൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നമുക്ക്.